നമസ്കാരം. മുംബൈയെ നടുക്കിയ ദൊഗാഡിയ കുടുംബത്തിന്റെ മരണത്തിൽ 11ാം ദിവസം പുറത്തുവരുന്നത് നടുക്കുന്ന വിവരങ്ങൾ. ബിരിയാണിയിലെ ഭക്ഷ്യവിഷബാധയെന്ന് കരുതിയ കേസിൽ ആന്തരികാവയവങ്ങൾ പച്ച നിറമായി മാറിയ ആ രഹസ്യം ഒടുവിൽ ചുരുളഴിയുന്നു. തണ്ണിമത്തൻ ഒരു കൊലയാളിയായി മാറിയത് എങ്ങനെ? ദൊഗാഡിയ കുടുംബത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ സംഭവിച്ചത് എന്താണ്? ദക്ഷിണ മുംബൈയിലെ പൈതുനിയിൽ അബ്ദുള്ള ദൊഗാഡി എന്ന 44-കാരനും 35-കാരിയായ ഭാര്യ നസ്രീൻ, മക്കളായ 16-കാരി ആയിഷ, 13-കാരിയായ മകൾ സൈനബ് എന്നിവർ ഒരേ രാത്രിയിൽ മരണപ്പെട്ടത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. രാത്രി 1 മണിക്ക് തണ്ണിമത്തൻ കഴിച്ച കുടുംബത്തിന് പുലർച്ചെ 5-ഓടെ അസ്വസ്ഥതകൾ തുടങ്ങുകയും മണിക്കൂറുകൾക്കുള്ളിൽ ജീവൻ നഷ്ടപ്പെടുകയുമായിരുന്നു. മരണശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരികാവയവങ്ങളിൽ കണ്ട പച്ച നിറം ഡോക്ടർമാരെ സംശയത്തിനിടയാക്കി. വ്യാഴാഴ്ച പുറത്തുവന്ന കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് ആ സംശയം ശരിവെച്ചു. ഇവരുടെ കരൾ, വൃക്ക, ആമാശയം എന്നിവയിൽ സിങ്ക് ഫോസ്ഫൈഡ് എന്ന രാസവസ്തു കണ്ടെത്തി. എലികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന കൊടും വിഷമാണിത്. അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ ഇതായിരുന്നു. കുടുംബം കഴിച്ച തണ്ണിമത്തൻ കഷ്ണങ്ങളിലും സിങ്ക് ഫോസ്ഫൈഡിന്റെ അംശം കണ്ടെത്തി. FDA നടത്തിയ പരിശോധനയിൽ വീട്ടിലുണ്ടായിരുന്ന ബിരിയാണി, വെള്ളം, ഈന്തപ്പഴം, അരി തുടങ്ങി മറ്റ് 11 ഭക്ഷണ സാധനങ്ങളിലും വിഷാംശം കണ്ടെത്താനായില്ല. തണ്ണിമത്തൻ മാത്രമാണ് വിഷബാധയ്ക്ക് കാരണമായതെന്ന് ഇതോടെ ഉറപ്പായി. എലിവിഷം എങ്ങനെ തണ്ണിമത്തനിൽ എത്തി എന്നതാണ് ഇപ്പോൾ പോലീസിനെ കുഴപ്പിക്കുന്നത്. ചികിത്സയ്ക്കിടെ അബ്ദുള്ളയും മകളും നൽകിയ മൊഴിയിൽ ബിരിയാണിക്ക് ശേഷം തണ്ണിമത്തൻ കഴിച്ചതായി പറഞ്ഞിരുന്നു. എന്നാൽ ആത്മഹത്യാ സൂചനകളോ മറ്റാരെങ്കിലും സംശയിക്കുന്നതായോ അവർ പറഞ്ഞിട്ടില്ല. ഇതൊരു കൊലപാതകമാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ? DCP ഡോക്ടർ പ്രവീൺ മുണ്ടയുടെ നേതൃത്വത്തിൽ JJ മാർക്ക് പോലീസ് കേസ് വിശദമായി അന്വേഷിക്കുകയാണ്. തണ്ണിമത്തനിൽ വിഷം കുത്തിവെച്ചതാണോ എന്നറിയാൻ ശാസ്ത്രീയ പരിശോധനകൾ തുടരുന്നു. ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും ഇനി നിർണായകമാണ്. ഏപ്രിൽ 25 ശനിയാഴ്ച പൈതുനിലെ ഇസ്മായിൽ കുറ്റെ റോഡിലുള്ള ദൊഗാഡിയ കുടുംബം ആഹ്ലാദത്തിലായിരുന്നു. ഏപ്രിൽ 25 ശനിയാഴ്ച പൈതുനിലെ ഇസ്മായിൽ കാട്ടെ റോഡിലുള്ള ദൊഗാഡിയ കുടുംബം ആഹ്ലാദത്തിലായിരുന്നു. അബ്ദുള്ള ദൊഗാഡിയും കുടുംബവും തങ്ങളുടെ ബന്ധുക്കൾക്കായി അന്നേ ദിവസം അത്താഴ വിരുന്നൊരുക്കി. ചിക്കൻ പുലാവും ബിരിയാണിയും മേശപ്പുറത്ത് നിറഞ്ഞു. രാത്രി 10:30 വിരുന്ന് കഴിഞ്ഞ് ബന്ധുക്കൾ മടങ്ങി. വിരുന്നുകാർ പോയ ശേഷം രാത്രി 1 മണിയോടെയാണ് അബ്ദുള്ളയും ഭാര്യ നസ്രീനും മക്കളായ ആയിഷയും സൈനബും ചേർന്ന് ആ തണ്ണിമത്തൻ മുറിച്ചത്. പുലർച്ചെ 5 മണിയായതോടെ എല്ലാവർക്കും ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ആ വീടൊരു മരണക്കളമായി മാറി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് 4 പേരെയും JJ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ബോധം മറയുന്നതിന് മുൻപ് അബ്ദുള്ളയും മൂത്ത മകൾ ആയിഷയും പോലീസിന് മൊഴി നൽകുകയായിരുന്നു തങ്ങൾ തണ്ണിമത്തൻ കഴിച്ചുവെന്ന്. 12 വയസ്സുകാരി സൈനബാണ് ആദ്യം മരണത്തിന് കീഴടങ്ങിയത്. പിന്നാലെ നസ്രീനും ആയിഷയും. ഞായറാഴ്ച രാത്രി 10:30 കുടുംബനാഥനായ അബ്ദുള്ളയും മരിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ ഒരു കുടുംബം പാടെയില്ലാതായി. സാധാരണ ഭക്ഷ്യവിഷബാധയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് മരണം സംഭവിക്കില്ല. പക്ഷേ ദൊഗാഡിയ കുടുംബത്തിന്റെ കാര്യത്തിൽ അവയവങ്ങളുടെ പ്രവർത്തനം മിനിറ്റുകൾക്കുള്ളിൽ തകരുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഞെട്ടിപ്പോയി. മരിച്ചവരുടെ ആന്തരിക അവയവങ്ങളിൽ അസാധാരണമായ പച്ചനിറം കണ്ടെത്തി. ഇത് സാധാരണ ഭക്ഷ്യവിഷബാധയല്ലെന്ന സൂചനയായത്. പൈതുനിയിലെ വീട്ടിൽ പരിശോധന നടത്തിയ FDA ഉദ്യോഗസ്ഥർ 11 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അരിയും വെള്ളവും ചിക്കനും ഉൾപ്പെടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ വരെ പരിശോധിച്ചു. എന്നാൽ ഇതിലൊന്നും വിഷാംശം ഉണ്ടായിരുന്നില്ല. റിപ്പോർട്ടുകൾ വന്നപ്പോൾ സത്യം പുറത്തുവന്നു. ഇവരുടെ കരൾ, വൃക്ക, പ്ലീഹ എന്നിവിടങ്ങളിൽ സിങ്ക് ഫോസ്ഫൈഡ് കണ്ടെത്തി. എലികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന മാരകമായ കെമിക്കൽ. ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായത് അവിടെയാണ്. കുടുംബം കഴിച്ച തണ്ണിമത്തൻ അവശിഷ്ടങ്ങളിലും ഇതേ സിങ്ക് ഫോസ്ഫൈഡ് കണ്ടെത്തി. ഇതോടെ അന്വേഷണം പുതിയ ദിശയിലേക്ക് മാറി. തണ്ണിമത്തനിൽ വിഷം എങ്ങനെ എത്തി? വിതരണക്കാരനിൽ നിന്നാണോ അതോ മറ്റാരെങ്കിലും മനഃപൂർവ്വം കുത്തിവെച്ചതാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ? വീട്ടിൽ മറ്റാർക്കും ഈ ലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ തണ്ണിമത്തൻ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അന്വേഷണം. ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയ ആ എലിവിഷം തണ്ണിമത്തനിൽ എത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് മുംബൈ പോലീസ്. ഇതൊരു കൊലപാതകമാണോ, ആത്മഹത്യയാണോ അതോ അപ്രതീക്ഷിതമായൊരു അപകടമാണോ? സത്യം പുറത്തു വരുവാൻ ഫോൺ രേഖകളും CCTV ദൃശ്യങ്ങളും അടക്കമാണ് ഇനി നിർണായകമായി മാറുക. ഈ മരണങ്ങളിൽ വെറുമൊരു ഭക്ഷ്യവിഷബാധയിൽ നിന്ന് സംശയിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം കൂടിയുണ്ട്. അബ്ദുള്ള ദൊഗാഡിയുടെ ഭൂതകാലം. 2019 മുംബൈയെ പിടിച്ചുകുലുക്കിയ ഒരു പ്രമുഖ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് കേസിലെ മുഖ്യ സാക്ഷിയായിരുന്നു അബ്ദുള്ള. കോടികളുടെ അഴിമതി നടന്ന ആ കേസിൽ മാഫിയ സംഘങ്ങൾക്കെതിരെ മൊഴി നൽകാൻ തയ്യാറെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. 2026 അതായത് ഈ വർഷം നടക്കാനിരുന്ന വിചാരണയിൽ അബ്ദുള്ളയുടെ മൊഴി നിർണായകമായിരുന്നു. സാക്ഷി ഇല്ലാതാക്കിയാൽ കേസ് തന്നെ തകരുന്ന അവസ്ഥ.
ഈ വിചാരണയ്ക്ക് തൊട്ടു മുൻപ് ഒരു കുടുംബം ഒന്നടങ്കം ഇല്ലാതാക്കപ്പെട്ടത് വെറും യാദൃശ്ചികമാണ്. ഫോറൻസിക് റിപ്പോർട്ടിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തുവന്നു. എലിവിഷമായ സിങ്ക് ഫോസ്ഫൈഡിന് പുറമെ അബ്ദുള്ളയുടെ ശരീരത്തിൽ മോർഫിന്റെ സാന്നിധ്യവും കണ്ടെത്തി. വേദനാ സംഹാരിയെ ഉപയോഗിക്കുന്ന മോർഫിൻ എങ്ങനെ അദ്ദേഹത്തിന്റെ ഉള്ളിലെത്തി? കുടുംബത്തെ മയക്കിയ ശേഷം തണ്ണിമത്തലൂടെ വിഷം നൽകിയതാണോ എന്ന ഗൗരവമായ ചോദ്യമാണ് ഉയർന്നത്. ഒരു സാക്ഷിയെ മാത്രം ഇല്ലാതാക്കിയതിന് പകരം കുടുംബത്തെ മുഴുവൻ വകവരുത്തുന്നത് കേസ് അന്വേഷണത്തെ വഴിതിരിച്ചു വിടുവാനുള്ള മാഫിയ തന്ത്രമാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. തണ്ണിമത്തൻ വാങ്ങിയ കടക്കാരൻ മുതൽ അബ്ദുള്ളയുടെ പഴയ ശത്രുക്കൾ വരെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. DCP ഡോക്ടർ പ്രവീൺ മുണ്ടയുടെ നേതൃത്വത്തിലുള്ള സംഘം അബ്ദുള്ളയുടെ ഫോൺ രേഖകൾ വിശദമായി പരിശോധിക്കുന്നു. മരണത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചോ? 2019 കേസിലെ പ്രതികളായ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകൾക്ക് ഈ മരണത്തിൽ പങ്കുണ്ടോ? തണ്ണിമത്തനിൽ വിഷം കുത്തിവെക്കാൻ പ്രൊഫഷണൽ കൊലയാളികളുടെ സഹായം തേടിയിട്ടുണ്ടോ എന്നതടക്കമാണ് പോലീസ് പരിശോധിക്കുന്നത്. ഭക്ഷ്യവിഷബാധയിൽ തുടങ്ങി എലിവിഷത്തിലും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഗൂഢാലോചനയിലുമാണ് ഈ കേസ് എത്തി നിൽക്കുന്നത്. സാക്ഷികളെ നിശബ്ദരാക്കാൻ മുംബൈയുടെ അധോലോകം പുതിയ വഴികൾ തേടുകയാണോ? ഡൊഗാഡിയ കുടുംബത്തിന്റെ മരണം ഒരു വലിയ ക്രിമിനൽ ശൃംഖലയുടെ അന്ത്യമാണോ അതോ തുടക്കമാണോ എന്നൊക്കെ തന്നെ കണ്ടറിയണം. തണ്ണിമത്തനിൽ എലിവിഷം കണ്ടെത്തിയെങ്കിലും അത് എങ്ങനെ ഈ പഴത്തിനുള്ളിൽ എത്തി എന്നതാണ് വലിയ ചോദ്യം. വിപണിയിൽ നിന്ന് വാങ്ങിയ സാധാരണ പഴത്തിൽ ഇത്രയും മാരകമായ സിങ്ക് ഫോസ്ഫൈഡ് സ്വാഭാവികമായി ഉണ്ടാകില്ല. ഒരു സിറിഞ്ച് ഉപയോഗിച്ച് തണ്ണിമത്തലയ്ക്ക് വിഷം കുത്തിവെക്കാനുള്ള സാധ്യതയാണ് ഫോറൻസിക് വിദഗ്ധർ ഇപ്പോൾ പരിശോധിക്കുന്നത്. ഈ പഴത്തിന്റെ തൊലിപ്പുറത്തുള്ള വളരെ ചെറിയ സുഷിരങ്ങൾ പോലും ലബോറട്ടറിയിൽ സ്കാൻ ചെയ്യുന്നുണ്ട്. വിരുന്നിന് വന്ന ബന്ധുക്കൾക്കും അയൽക്കാർക്കും ഈ ഭക്ഷണത്തിൽ നിന്ന് യാതൊരു അസ്വസ്ഥതയും ഉണ്ടായിട്ടില്ല എന്നത് പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നു. അവർ കഴിച്ച പുലാവിലോ വെള്ളത്തിലോ വിഷാംശമില്ലായിരുന്നുവെന്ന് FDA സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അബ്ദുള്ളയുടെ മരണത്തിന് തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിൽ വീട്ടിൽ പുറത്തുനിന്ന് ആരെങ്കിലും എത്തിയിരുന്നു? വിരുന്നുകാർ പോയ ശേഷം രാത്രി 10:30 പുലർച്ചെ 1 മണിക്കുമിടയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സമയത്തിനുള്ളിൽ തണ്ണിമത്തൻ മറ്റാരെങ്കിലും മുറിച്ചു വെച്ചതാണോ എന്നതിലേക്കും അന്വേഷണം നീളുന്നു. അബ്ദുള്ളയുടെ ഫോൺ രേഖകൾ പരിശോധിച്ച സൈബർ സെല്ലിന് ചില വിചിത്രമായ കോളുകളെ കുറിച്ചൊക്കെ സൂചന ലഭിച്ചു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിദേശത്തു നിന്നുള്ള ഇന്റർനെറ്റ് കോളുകൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു. തന്റെ റിയൽ എസ്റ്റേറ്റ് മൊഴി പിൻവലിക്കാൻ അദ്ദേഹത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വലിയൊരു തുക പിൻവലിക്കപ്പെട്ടതായി വിവരമുണ്ട്. ഇത് മരണവുമായി ബന്ധപ്പെട്ട ഒരു ഡീലാണോ അതോ ആർക്കെങ്കിലും പണം നൽകിയിരുന്നതാണോ എന്നും വ്യക്തമല്ല. ഇതൊരു സാധാരണ മരണമല്ലെന്നും വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു സൈലന്റ് മർഡർ ആണെന്നും ഉറപ്പിക്കുന്ന തെളിവുകളൊക്കെ തന്നെയാണ് ഓരോന്നായി പുറത്തുവരുന്നത്. റിയൽ എസ്റ്റേറ്റ് കേസിലെ പ്രതികളെ ഉടൻ ചോദ്യം ചെയ്യണം എന്നാണ് പോലീസിന്റെ തീരുമാനം. ഈ കേസിൽ ഡോക്ടർമാരെ പോലും ആദ്യം ഞെട്ടിച്ചത് മരിച്ചവരുടെ ആന്തരികാവയവങ്ങളിൽ കണ്ട പച്ചനിറം തന്നെയാണ്. സാധാരണ ഭക്ഷ്യവിഷബാധയിൽ സംഭവിക്കാത്ത ഈ മാറ്റം എലിവിഷമായ സിങ്ക് ഫോസ്ഫൈഡിന്റെ മാർഗമായ സാന്നിധ്യം വിളിച്ചോതുന്നതായിരുന്നു. വയറ്റിലെ ആസിഡുമായി ചേർന്ന ഫോസ്ഫൈൻ വാതകം പുറപ്പെടുവിച്ചതോടെ മിനിറ്റുകൾക്കുള്ളിൽ ആന്തരികാവയവങ്ങൾ ഓരോന്ന് നിശ്ചലമായി. അബദ്ധത്തിൽ സംഭവിച്ച ഒരു അപകടമായി ഇതിനെ തള്ളിക്കളയാൻ മുമ്പേ പോലീസ് തയ്യാറല്ല. 2019 കോടികളുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യ സാക്ഷിയായ അബ്ദുള്ള ദൊഗാഡിയെയും കുടുംബത്തെയും ഇല്ലാതാക്കാൻ മാഫിയ തെരഞ്ഞെടുത്തത് അതിക്രൂരമായ ഒരു മാർഗമാണ്. തണ്ണിമത്തലിലൂടെ വിഷം കുത്തിവെച്ച് അതൊരു ഭക്ഷ്യവിഷബാധയായി ചിത്രീകരിക്കാൻ വലിയൊരു ഗൂഢാലോചന നടന്നോ എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കുകയാണ്.